ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട് ഓൺലൈൻ. അപ്പോൾ പ്രൊഡക്ട്സ് ഇവിടെ ഇരിക്കുന്നുണ്ടോ. സോ ആ പ്രൊഡക്ട്സിൻ്റെ അൺപാക്കിംഗ് വീഡിയോ കാണിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അതിൽ ഒരു ബോക്സ് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. അത് ഓൾറെഡി അവർ ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് കാണിച്ചു തന്നെ. പിന്നെയുള്ള അവരുടെ ഞാൻ പൊളിച്ചു നോക്കിയിട്ടില്ല. അതിപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് വന്നതാണ്. ഞാനിത് പൊളിച്ചു നോക്കിയിട്ടില്ല. ഇപ്പം നിങ്ങളുടെ മുന്നിലാണ് ഫസ്റ്റ് ടൈം ആയിട്ടൊന്ന് പൊളിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഡാനിക്ക് യൂസ് ചെയ്യുന്ന ബേബി വൈപ്സ് ഇല്ലേ, അതിൻ്റെ ഏത് ബേബി വൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി ഈ ഡെലിവറിക്ക് മുന്നേ, അതായത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ എനിക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എനിക്ക് മറ്റേ ഡോപ്പമൈൻ ഹൈക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഷോപ്പിങ്ങും ഡ്രസ്സൊക്കെ കുറച്ചധികം വാങ്ങിക്കൊണ്ടാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ പ്രഗ്നൻ്റ് ആയതിനു ശേഷം, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ ഡാഡിയുടെ ഡെലിവറിക്കുള്ള ബാഗ് പാക്ക് ചെയ്യില്ലേ, ആ സമയമായപ്പോൾ മുതൽ എനിക്ക് ആക്ച്വലി ഒരേ ഇൻട്രസ്റ്റ് ആണ് ബേബിക്കുള്ള പ്രൊഡക്ട്സ് വാങ്ങാനും. അതേ ഡോപ്പമൈൻ ഹൈക്കാണ് എനിക്ക് വരിക. കാരണം എനിക്ക് ഭയങ്കര ത്രില്ഡാണ് ഞാൻ ഓരോ പാക്കേജ് പൊളിക്കാനും അങ്ങനെ ബാക്കി അറേഞ്ച് ചെയ്യുന്നതിൽ എനിക്ക് അത്ര സന്തോഷം ഉണ്ടായിട്ടില്ല. പക്ഷെ സോ അതേ ഒരു ഹാപ്പിനെസ്സോടെയാണ് ഞാൻ ഓരോ ഡാനിക്ക് വാങ്ങുന്ന ഓരോ പ്രൊഡക്ട്സും പൊളിച്ചു നോക്കാറ്, ഓരോ പ്രൊഡക്ട്സും വാങ്ങാറ്. അങ്ങനെയൊക്കെ നോക്കി കണ്ട് അങ്ങനെയൊക്കെയാണ് എനിക്കിങ്ങനെ വെറുതെ എന്തെങ്കിലും വാങ്ങണം അങ്ങനെ. പക്ഷെ ഇപ്പം ഞാനൊക്കെ ഇത്തിരി കുറച്ച് വെക്കും. ഞാൻ അധികം അങ്ങനെ സാധനങ്ങൾ ഇപ്പം വാങ്ങുന്നില്ല. കുറേശ്ശെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ വാങ്ങാറുള്ളൂ. കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ചെറിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഞാനത് ഇത്തിരി കുറച്ച്. സോ അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഡാനിക്ക് വാങ്ങിയ കുറച്ച് പ്രൊഡക്ട്സ് ആണ്. എനിക്ക് വാങ്ങിയതല്ല, എന്നാലും ഒരേ സന്തോഷത്തോടെയാണ് ഞാനത് കാണിക്കുന്നത്. എനിക്ക് അവരുടെ പ്രൊഡക്ട്സ് വാങ്ങിയത് പൊളിച്ചു നോക്കാനാണെന്നുണ്ടെങ്കിലും എന്താണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ കാര്യം എനിക്കറിയില്ല. എൻ്റെ മാത്രമല്ല, എൻ്റെ അനിയത്തി ഇത് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചേച്ചി ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇത്ര ഹാപ്പി ആവുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ മൺചിത്രത്താഴില് ശോഭന ഇത് മറ്റേ ചിലങ്ക ഇത് മറ്റേ ചിലങ്ക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഞാൻ എന്തെങ്കിലും ഓരോ സാധനങ്ങൾ ഞാൻ വാങ്ങിയത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പൊളിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ഇതാണ്. ഇത് ഞാൻ വിചാരിച്ചേക്കുന്നത്, ഞാനൊരു സ്പൂണ് ഡാനിക്ക് ഓർഡർ ചെയ്തിരുന്നു ഫ്രം മീഷോ. സോ അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കത് എന്തായാലും പൊളിച്ചു നോക്കാം. കൊള്ളാട്ടോ. ഇത് ആക്ച്വലി ഒരു ബോക്സിലൊക്കെയാണ് വന്നേക്കുന്നത്. ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോൾ ബോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബോക്സിലൊക്കെയാണ് വന്നിരിക്കുന്നത്. സ്പൂണും ഒരു ഫോർക്കും. നല്ല പ്രൊഡക്റ്റാണ്. നല്ല ക്യൂട്ട് വുഡൻ സ്പൂൺ. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇത് സിലിക്കോണാണ്. സിലിക്കോൺ ഫുഡ് ഗ്രേഡാണ്. നല്ലതാണ് സാധനം. എനിക്ക് ഇപ്പോഴത്തെ ഇതേ ആവശ്യമുള്ളൂ. ഡാനിക്ക് ആക്ച്വലി കുറുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ടീസ്പൂണേ ആവശ്യമുള്ളൂ. ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് ഇത് ആവശ്യം വരുന്നത്. കുറുക്കിപ്പോൾ നമ്മൾ തന്നെ കൊടുക്കുന്നതല്ലേ, അപ്പോൾ ഈ സ്പൂൺ ആവശ്യമുണ്ട്. ഇത് ഇങ്ങനെ ഒരു സ്പൂണായിട്ട് ഞാൻ കുറേ വാങ്ങാൻ നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല. രണ്ടെണ്ണമായിട്ട് വരുന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇതേപോലെ തന്നെ രണ്ടെണ്ണം വരുന്ന ഒരു കോംബോ പാക്കുള്ളൂ. ഒറ്റയ്ക്ക് ഒരെണ്ണമായിട്ട് വാങ്ങാൻ കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ എന്തായാലും ഒരു ഫോർക്കും കൂടി ഇരുന്നോട്ടെ വെച്ചിട്ട് ഇതും കൂടെ വാങ്ങി. അപ്പോൾ ഇതെന്തായാലും കൊള്ളാം. എനിക്ക് ഇതിൻ്റെ പാക്കേജിങ് ഇഷ്ടപ്പെട്ടു. ഒരു ബോക്സൊക്കെ ഇത് അതിലുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ബോക്സ് വരുന്നതിലുണ്ടായിരുന്നില്ല. ബോക്സ് ഞാൻ കണ്ടിരുന്നില്ല ആക്ച്വലി. പക്ഷെ ഇത് കൊള്ളാം, നൈസ്. ഇനി അടുത്തത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആക്ച്വലി ഞാൻ ഡയപ്പർ ഓർഡർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു.
ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതാണ് ആ പ്രൊഡക്റ്റ്, ഇതാണ് ആ ബോക്സ്. ഹഡിൽസിന്റെ ഡയപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ലാർജ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില്. അത് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇന്നലെയോ മിനിഞ്ഞാന്ന് എത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. അവർ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നമ്മളെ കാണിച്ചിട്ടാണ് പോവുക. സോ ഓപ്പൺ ബോക്സ് ഡെലിവറി ആണ്. ഞാൻ പാക്കറ്റൊന്നും ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, കാരണം മീഡിയം കഴിയാനുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. ഡയപ്പർ വാങ്ങിയത് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞതിന് മുന്നേ ഞാനിത് ഓർഡർ ചെയ്തെന്നുള്ളൂ. സോ ഇതാണ് ആ ഡയപ്പർ. ഇത് ലാർജ് ആണ് കേട്ടോ, ലാർജ് ഡയപ്പറാണ്. ഇതേപോലെ തന്നെ 2 പാക്കറ്റ്സ് ഉണ്ട്, 2 പാക്കറ്റ്സ് വന്നിട്ടുണ്ട്. ഇതിന് ആക്ച്വലി MRP ഇതിന് കാണിക്കുന്ന 1099 ആണ്. 17.70 per യൂണിറ്റ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. പക്ഷെ ഇത് ഞാൻ വാങ്ങിയത് 2 പാക്കറ്റും കൂടെ വാങ്ങിയത് 900 സംതിങ് ആണ്. 2 പാക്കറ്റും കൂടെ, ഇത് ഒറ്റ പാക്കറ്റിനാണ് 1000 ഇരിക്കുന്നത്. അപ്പോൾ 2 പാക്കറ്റിനും കൂടെ വാങ്ങിയത് 900 സംതിങ് ആണ് വാങ്ങിയത്. അത് ലാഭമായിരുന്നു. ഇത് പെർ പീസ് ഒരു 6 രൂപ, 6 rupees വരുന്ന രീതിക്കാണ് വാങ്ങിയത്. അത് നമ്മുടെ ആക്ച്വലി ഇത് കടയിൽ നമ്മുടെ സാധാ കടകളിൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും MRP വേണ്ടി വരും, കൊടുക്കേണ്ടി വരും. പക്ഷെ ഇത് ഓൺലൈൻ വാങ്ങിയതുകൊണ്ടാണോ അറിയില്ല, ഓഫറിന് കിട്ടിയതാണ്, അതുകൊണ്ട് വാങ്ങിയതാണ്. ഇതിലിപ്പോൾ മാനുഫാക്ചറിംഗ് ഡേറ്റ് എഴുതിയിട്ടുണ്ട് March 2025. പിന്നെ ബെസ്റ്റ് യൂസ്ഡ് ബിഫോർ 3 years ഫ്രം മാനുഫാക്ചർ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ ലാർജ് ആണ്. ഒരെണ്ണത്തിൽ 62 നമ്പേഴ്സ് ഇതിൽ എഴുതിയിട്ടുണ്ട്. 62 പീസാണ് ഇപ്പോൾ ഈ ഒരെണ്ണത്തിലുള്ളത്. ഇത് മീഡിയം ആണെന്നുണ്ടെങ്കിൽ 64 പീസും, സ്മോളിന് ആക്ച്വലി 74 72 സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു. അത് ഇപ്പോൾ ഈ സൈസ് കൂടുന്നതിനനുസരിച്ച് ആക്ച്വലി ഡൈപ്പേഴ്സിൻ്റെ ഇതിൻ്റെ ഉള്ളിലത്തെ എണ്ണം കുറയണുണ്ട് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. സംഭവം കൊള്ളാം. ഞാനിപ്പോൾ എന്തായാലും ഇത് പൊളിക്കുന്നില്ല, കാരണം എൻ്റെ ഇപ്പോൾ കയ്യിലുള്ള ഡയപ്പർ കഴിഞ്ഞിട്ടില്ല, മീഡിയം കഴിഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് ഇപ്പോൾ ഞാനത് പൊളിക്കുന്നില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യണ വൈപ്സ് ആണ്. ഞാൻ ആക്ച്വലി ഈവൻ ജനിച്ച സമയത്തൊക്കെ ഹിമാലയയുടെ മാമി പോക്കോ പാൻസ് എല്ലാത്തിൻ്റെയും വൈപ്സ്, ബേബി വൈപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലതായിരുന്നു. വൈപ്സിന് ഇപ്പം എനിക്ക് സ്പെഷ്യലായിട്ട് ഇത്ര, ഒന്നാമത് റാഷസ് വരരുത്, അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ആൽക്കഹോൾ ഉണ്ടാവരുത്, ഫ്രാഗ്രൻസ് ഉണ്ടാവരുത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയല്ലേ നമ്മൾ നോക്കുള്ളൂ. പക്ഷെ ഏകദേശം വാങ്ങിയിട്ടുള്ള എല്ലാ വൈപ്സിനും സ്മെല്ലും ഫ്രാഗ്രൻസ് ആൻഡ് അതൊക്കെ ഉണ്ട് കേട്ടോ. റാഷസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ അതിൻ്റെ എല്ലാത്തിൻ്റെയും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാക്കറ്റ് വൈപ്സിൻ്റെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്നൊരു പാക്കറ്റ് നോക്കിയായിരുന്നു. നമ്മൾ ആക്ച്വലി ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴും ഈ ബ്രാൻഡ് കിട്ടും കേട്ടോ. ഞാൻ അപ്പോൾ വാങ്ങിയിരിക്കുന്നത് യൂസ് ചെയ്യുന്ന വൈപ്സ് എന്ന് പറയുന്നത് ഇത് നോവലിൻ്റെ ബേബി വൈപ്സ് ആണ്. പാബിയോ എന്ന് പറഞ്ഞിട്ടാണ് ബ്രാൻഡിൻ്റെ പേര്. പാബിയോ ബേബി വെറ്റ് ടവൽസ് അങ്ങനെയാണ് മെയിൻ നിൽക്കുന്നത്. നോവൽ പ്രീമിയം ടിഷ്യൂസ്. അപ്പോൾ നോവലിൻ്റെ ബേബി വൈപ്സ് ആണ്. സംഭവം കൊള്ളാം, നല്ലതാണ്. അവന് ഇതുവരെ റാഷസ് ഒന്നും വന്നിട്ടില്ല. ഞാനിതൊരു 6 ഒരു പാക്കേജ് പോലെ ഇങ്ങനെ വാങ്ങിയതാണ്. 6 ഉണ്ടായിരുന്നു ഇതിൽ, 6 പാക്കറ്റ്സ്. ഇനിയിപ്പോൾ ഇതിൽ 2 കൂടി ബാക്കിയുള്ളൂ കേട്ടോ. ഇതിൽ ഫസ്റ്റ് വാങ്ങിയതിന് ക്യാപ്പ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ടൈം വാങ്ങിയതിന് ക്യാപ്പില്ല. ഞാൻ ആക്ച്വലി ഇത് ഇവിടേക്ക് എൻ്റെ വീട്ടിലേക്കാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായില്ല. ഇതിന് റിട്ടേൺ എത്രയോ 7 ദിവസമോ അങ്ങനെ എന്തോ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇങ്ങനെ ക്യാപ്പില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയുന്നുണ്ടായില്ല. പിന്നെ അമ്മ തുറന്നു നോക്കിയിട്ടേ ഉണ്ടായില്ല.
അപ്പോൾ ക്യാപ്പ് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാനിവിടെ വന്ന് ഇത് നോക്കിയപ്പോഴത്തേനും റിട്ടേൺ പീരീഡ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്യാതിരുന്നതാണ്. അല്ലെങ്കിൽ ക്യാപ്പ് ഉള്ളതാണ് കേട്ടോ നല്ലത്. ഞാൻ ഫസ്റ്റ് വാങ്ങിയത് ക്യാപ്പ് ഉള്ളതായിരുന്നു, ഇതിന് ക്യാപ്പില്ല. ഇങ്ങനെ ഒരു റീസൺ കാരണമാണ് ഞാൻ റിട്ടേൺ ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ റിട്ടേൺ ചെയ്ത് ക്യാപ്പ് ഉള്ളത് വാങ്ങിയാണ്. പക്ഷെ ഇത് കുഴപ്പമൊന്നുമില്ല, ഇതില് നനവ് അങ്ങനെ പോകുന്നൊന്നുമില്ല, വെറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അടച്ചു വെച്ചാൽ മതി, അതിന് നനവൊന്നും പോകണമെന്നില്ല. പിന്നെ നമ്മൾ പുറത്തെടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും നനവ് പോകുമല്ലോ, അങ്ങനെ ചെയ്യാതിരുന്നാൽ മതി. അപ്പം അത്ര ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് അവന് റാഷസും അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇത് ആക്ച്വലി ഒരു 6 പാക്കറ്റ്, ഇതുപോലത്തെ 6 പാക്കറ്റിന് 300 സംതിങ് ആണ് വന്നത്. ഇതിപ്പോൾ പക്ഷെ ഒരു പാക്കറ്റിൽ എഴുതിയേക്കുന്ന 125 ആണ് കേട്ടോ. ഈ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ അവൻ, അതുകൊണ്ട് ഇതിൻ്റെ യൂസ് അത്ര അധികം വരുന്നില്ല. നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആയിരുന്നു, ഒരു 3 മാസം 4, 5 ആ ഒരു സമയത്തായിരുന്നു വൈപ്സ് കൂടുതൽ ആവശ്യമുള്ളത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും. ഇത് ഇപ്പം അധികം അങ്ങനെ ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് ബാക്കിയുണ്ട്. സോ ഈ 3 പാക്കറ്റ് ഇപ്പം കാണിക്കാനുള്ളൂ. ഞാൻ വൈപ്സിൻ്റെ റിവ്യൂ ഇതെല്ലാം ആക്ച്വലി പാക്കേജ് അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ മാത്രമുള്ള പാർസൽസ് ഇല്ല, ആകെ 2 ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, പിന്നെ വൈപ്സിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടും അധികം അങ്ങനെ പറയാനൊന്നുമില്ല വൈപ്സിൻ്റെ റിവ്യൂ. അതുകൊണ്ട് ഞാനിത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.